ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല രീതിയിൽ മുടി നന്നായിട്ട് വളരാനും അതുപോലെ നന്നായിട്ട് നരച്ച മുടിയൊക്കെ നന്നായിട്ടൊന്ന് കറുത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതും നമ്മുടെ വീട്ടിലുള്ള നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നത്. രണ്ട് രീതിയിലുള്ളൊരു പാക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ആദ്യം ചേർത്തിക്കുന്നത് ഫ്ലാക്സീഡാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകവും ഫ്ലാക്സീഡും ഉലുവയൊക്കെ നല്ല മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ നമ്മൾ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കഞ്ഞിവെള്ളം. അപ്പോൾ നമ്മുടെ തലേ ദിവസത്തെ അധികം പുളിപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ, ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം. ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇല ചേർക്കുന്നുണ്ട്, അത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നരച്ച മുടി കറുപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ മുരിങ്ങയില നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ മുടിയിലും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ ഫ്ലാക്സീഡും കരിഞ്ജീരകവും ഉലുവയും കൂടി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു കഞ്ഞിവെള്ളം മിക്സില്ലേ, അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് തിളച്ച് കുറുകി വരുന്നവരെയും വെയിറ്റ് ചെയ്യാം. ഈ ഫ്ലാക്സീഡും കരിഞ്ജീരകവും ഉലുവയൊക്കെ നമ്മൾ ഡെയിലി ഒരു ജെൽ ഫോമിൽ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിലുണ്ടാകുന്ന പരമാവധി പ്രശ്നങ്ങൾ, ഡ്രൈനെസ്, സ്പ്ലിറ്റ്നെസ്, അങ്ങനെ മുടിക്കായ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മുടെ മുരിങ്ങയില ഒന്ന് അരച്ച് ജ്യൂസാക്കി എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് അരഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ ജ്യൂസ് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് കാണിക്കാം. നന്നായിട്ട് ഗ്രോത്ത് ആവാനും ഇത് ഡെയിലി കുളിക്കുന്നതിന് മുന്നേ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങയില കഞ്ഞിവെള്ളം ജ്യൂസിലേക്ക് നമ്മൾ കുറച്ച് കാസ്റ്റർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് മുടി വളർച്ച ഇരട്ടിയാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം തലമുടി പെട്ടെന്ന് വരാനും അതുപോലെ തലയിലുണ്ടാകുന്ന താരനും ഇൻഫെക്ഷൻസൊക്കെ മാറി നന്നായിട്ട് ഗ്രോത്ത് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് മുരിങ്ങയില കഞ്ഞിവെള്ളം. അപ്പോൾ ഇതുപോലെ കാസ്റ്റർ ഓയിൽ ഒഴിച്ചിട്ട് കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ തലയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ കാണിക്കുന്നത് ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഒന്ന് ബാക്കിയുള്ളെടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡൊക്കെ തിളച്ച് വരുന്ന ആ ഒരു മിക്സിൽ കഞ്ഞിവെള്ളത്തിൻ്റെ അതിനകത്തേക്ക് നമ്മുടെ ഈ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കുറുക്കിയെടുക്കുമ്പോൾ നമ്മുടെ ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ ജെൽ ഫോമിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ കൂടുതൽ ജെല്ലാവുന്നതിന് മുന്നേ നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള സംഭവം കിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ കട്ടിയാവാൻ നോക്കാതെ തന്നെ ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു പരുവം കണ്ടോ, ഒന്ന് തിളച്ച് ഈ ഒരു തിക്നെസ്സിലേക്ക്, അത്യാവശ്യം ഒരു ചെറിയൊരു തിക്നെസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് മുരിങ്ങയില ജ്യൂസ് വെച്ചിട്ട് ചെയ്യുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടൊരു പാക്കാണ്. ഇത് നമ്മൾ ഹെയർ ഗ്രോത്തിനും അതുപോലെ മുടി പെട്ടെന്ന് നര വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ചൂടനെ തന്നെ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു നല്ലൊരു കട്ടിയുള്ള ഇരുമ്പിൻ്റെ ചീഞ്ഞട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നെല്ലിക്കപ്പൊടി എന്ന് പറഞ്ഞത് മുടി നന്നായിട്ട് കറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണല്ലോ. അപ്പോൾ നമുക്ക് നീലമ്പരി ഹെന്ന ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ നന്നായിട്ട് മുടി കറുത്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നെല്ലിക്കപ്പൊടിയും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ചെമ്പരത്തിയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മുടി നന്നായിട്ട് ഗ്രോത്ത് ആവാനും നന്നായിട്ട് കറുക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഇനി നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുമ്പോൾ തീ കൂട്ടി വെച്ച് ചൂടാക്കരുത്. അങ്ങനെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കത്ത് പിടിക്കുകയും ചെയ്യും. നമ്മുടെ ആ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഈ പൗഡറിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഡാർക്ക് കളറിലേക്ക് വരുന്ന സമയമാകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു കളറ് നമുക്ക് കിട്ടും, ഒരു ബ്ലാക്ക് കളറിലേക്ക് കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് പാക്കിലേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ച ഒരു മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു മിക്സ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല രീതിയിൽ മുടി ഗ്രോത്ത് ആവാനും അതുപോലെ നന്നായിട്ട് മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. കാരണം നമ്മൾ കുറച്ച് ദിവസം ഇത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞോണം കഞ്ഞിവെള്ളവും അതുപോലെ മുരിങ്ങയിലയൊക്കെ
പൊടിയൊക്കെ നമുക്ക് വീട്ടിൽ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് നെല്ലിക്കാപ്പൊടിയൊക്കെ എപ്പോഴും മുടി നന്നായിട്ട് കറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മളൊരു കെമിക്കൽ ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പം റിസൾട്ട് കിട്ടും. പക്ഷേ എന്നാൽ അതനുസരിച്ച് നമുക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ് കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈസ്. അപ്പോൾ ഇതുപോലത്തെ നാച്ചുറൽ ഹെയർ ഡൈസ് നമ്മൾ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രാജുവലി തന്നെ നമ്മുടെ മുടിയെല്ലാം കറുത്ത് വരികയും ചെയ്യും. നമ്മുടെ മുടിക്കും നല്ലൊരു ഗുണവും കിട്ടും. നന്നായിട്ട് മുടി വരാനും തലയിലുണ്ടാകുന്ന താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മുരിങ്ങയില കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒരു ഹെയർ ഡൈ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ പല രീതിയിലുള്ള ഹെയർ ഡൈ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ മുടിക്ക് പറ്റുന്നത് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ഐറ്റംസ് എല്ലാം നല്ല ഒരു യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്ത സാധനങ്ങളാണ്. ഇപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തലയിൽ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ നര വരുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണിത്. കാരണം നര വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ചെറിയ ചെറിയ നരകളൊക്കെ തുടങ്ങുന്നവർ ഇത് നമുക്കത് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കൂടുതലായിട്ട് നരയുള്ളവർക്കും ഇത് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹെയർ പാക്ക് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തേക്കുക. ഇത് എണ്ണയൊന്നും ഇല്ലാത്ത മുടിയിലിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതിനുശേഷം നല്ല വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. കുറച്ച് ദിവസം അടുപ്പിച്ച് തേക്കുക. അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പാക്ക് ഡെയിലി കുളിക്കുന്നതിന് മുന്നേ ഹെയറിലേക്ക് തേക്കുക. നന്നായിട്ട് ഹെയർ ഗ്രോത്തും കാണും. അപ്പോൾ മുടി വളരാനും നന്നായിട്ട് മുടി കറുത്ത് വരാനും ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ചിട്ടിട്ട് നമ്മളിടുകയാണെങ്കിൽ നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചെവിയുടെ ബാക്കിലോ എവിടെയെങ്കിലും ജസ്റ്റ് കൈപ്പത്തിയിൽ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ചെറുപ്പക്കാർക്കൊക്കെ ഇത് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ യാതൊരു കെമിക്കൽസ് ഇല്ലാത്ത ഹെയർ ഡൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോയിൽ കാണാത്തവർക്ക് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.